ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ടാറ്റയുടെ പുതിയ ഒരു SUV ആണ് കർവ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മോഡലിൻ്റെ പേരാണ് കർവ് എന്നുള്ളത്. ശരിക്കുള്ള വണ്ടി വരുമ്പം നമ്മൾ ടാറ്റയുടെ കേസിൽ എപ്പോഴും കണ്ടിട്ടുള്ള പോലെ തന്നെ പുതിയ പുതിയ പല പേരുകളും വരും. അതിപ്പോൾ അവർ സഫാരി ഇറക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് H7X എന്ന് പറഞ്ഞ കോഡ് നെയിം വന്നു, പിന്നെ ഒരുപാട് ബസാർഡ് എന്ന് പറഞ്ഞ പേര് വന്നു, ഗ്രാവിറ്റാസ് എന്ന് പറഞ്ഞ പേര് വന്നു, ലാസ്റ്റാണ് അവർ സഫാരി എന്ന് പറഞ്ഞ പേര് കൺഫേം ചെയ്യുന്നത്. പഞ്ചിൻ്റെ കേസിലാണെങ്കിലും H2X ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ HBX, ലാസ്റ്റ് പഞ്ച് എന്ന് പറഞ്ഞ പേര് വന്നപ്പോൾ തന്നെ ആർക്കും അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ പേര്. ഏതായാലും ഈ വണ്ടിയുടെ കേസിലും കർവ് എന്ന് പറയുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള പേരാണ് ഈ വണ്ടിയുടെ ഡിസൈൻ സാധനങ്ങളെല്ലാം വെച്ച് കൺസിഡർ ചെയ്യുമ്പം. പക്ഷേ പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് വരുമ്പോൾ തീർച്ചയായും ആ ഒരു പേരായിരിക്കില്ല വരുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ നമുക്കിപ്പം കറൻ്റ്ലി ലഭിച്ചിട്ടുണ്ട്. അതിലാദ്യം തന്നെ പറയാനുള്ളത് ഈ വണ്ടിയുടെ ലോഞ്ചിങ്ങിനെ പറ്റി, ഇതിൻ്റെ പ്രൊഡക്ഷനെ പറ്റിയൊക്കെയാണ്. ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ ഏപ്രിൽ 2024 ആകുമ്പോഴേക്കും തുടങ്ങും എന്നാണ് നമ്മുടെ ഓട്ടോകാർ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ന്യൂസിൽ പറയുന്ന മുഴുവൻ ഓട്ടോകാർ ഇന്ത്യ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഏപ്രിലിൽ ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ജൂണൊക്കെ ആകുമ്പോഴേക്കും ഇത് ലോഞ്ച് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. കറക്റ്റ് ഡേറ്റ് വന്നിട്ടില്ല ഈ വണ്ടിയുടെ ലോഞ്ച് ഡേറ്റിന്, പക്ഷേ 2024 മിഡോട് കൂടിയായിരിക്കും ഈ വണ്ടിയുടെ ലോഞ്ച് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ വണ്ടിയുടെ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസ് വന്നപ്പം ഞാൻ അത്യാവശ്യം ഒന്ന് ഞെട്ടി. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ടാറ്റ ഇതൊരു ഭയങ്കര ഹൈ സെല്ലിംഗ് വണ്ടി അല്ലെങ്കിൽ ഭയങ്കര മാസ് പ്രൊഡക്ഷനുള്ളൊരു വണ്ടിയായിട്ടൊന്നും നല്ല ഇറക്കാൻ ഉദ്ദേശിക്കുന്ന പല കമ്പനികളും ഈ ഒരു സെഗ്മെൻറ്റിൽ വണ്ടി ഇറക്കുമ്പോൾ, അതായത് അബോവ് 4 മീറ്റർ കോമ്പാക്ട് SUV എന്നുള്ള രീതിയിൽ വണ്ടി ഇറക്കുന്ന സമയത്ത് ഭയങ്കര ഹൈ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ വെച്ചിട്ടായിരിക്കും ഇറക്കുന്നത്. നമ്മുടെ ക്രെറ്റയൊക്കെ ആണെങ്കിൽ ഒരു മാസം 10,000-ന് മുകളിൽ വരാത്ത ഒരു കേസേ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല, അതായത് 2023. അതുപോലെ തന്നെ നമ്മളിപ്പം ഗ്രാൻഡ് വിറ്റാരൊക്കെ എടുക്കുകയാണെങ്കിലും ഒരു 8 to 10 ആ വണ്ടിക്കും സെയിലുണ്ട്. അങ്ങനെ മിക്ക ഈ അത്യാവശ്യം മെയിൻ സ്ട്രീം പ്ലെയേഴ്സിൻ്റെ ഒക്കെ വണ്ടികളിൽ നമുക്ക് ഇത്രയും സെയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടാറ്റയുടെ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഇപ്പോഴത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ അവരുടെ സഫാരി അതുപോലെ ഹാരിയർ കമ്പൈൻഡ് ഏകദേശം 4,000-നടുത്താണ് രണ്ട് വണ്ടികൾക്കും കൂടി ഒരു മാസം സെയിൽ വരുന്നത്. അതുപോലെ നെക്സോണും പഞ്ചൻ, നെക്സോൺ ഒരു മാസം 14,000-16,000 സെയിൽ കിട്ടുന്നുണ്ട്. പഞ്ചിനും 13,000-14,000 സെയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ കേസിൽ അങ്ങനെയൊന്നുമില്ല. സംഭവം ഇത് ഹാരിയറിൻ്റെയും സഫാരിയുടെ അത്രയും പ്രീമിയം റേഞ്ചിൽ നിൽക്കുന്നൊരു വണ്ടിയൊന്നും ആയിരിക്കില്ല. എന്നാൽ പോലും ഈ വണ്ടിയുടെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആയിട്ട് ടാറ്റ ഇപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ജസ്റ്റ് 48,000 വണ്ടികളാണ്. അതൊരു വർഷമാണ് കേട്ടോ. അതിൽ തന്നെ 36,000 വണ്ടികളായിരിക്കും ഇതിൻ്റെ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ പവേർഡ് ആയിട്ടുള്ള, അതായത് ICE വണ്ടികൾക്ക് വേണ്ടി അവർ മാറ്റി വെച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അതുപോലെ 12,000 വണ്ടികളായിരിക്കും ഇവരിതിൻ്റെ ഇലക്ട്രിക് വണ്ടിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ഇത് ഇയർലിയാണ് ഞാൻ പറഞ്ഞല്ലോ. നമ്മളല്ലാണ്ട് മന്ത്ലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ 3,000 വണ്ടികൾ ഇതിൻ്റെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ പവർഡ് മോഡൽസിന് വേണ്ടി, അതുപോലെ തന്നെ 1,000 വണ്ടികൾ EVക്ക് വേണ്ടിയും, എന്ന് വെച്ചാൽ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 4,000 വണ്ടികളാണ് ഇവർ ഒരു മാസം കർവിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ റൈവൽസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് മറ്റുള്ള ഇപ്പോൾ ഹ്യുണ്ടായി, മാരുതി സുസുക്കി ഇവരുടെയൊക്കെ വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് പ്രൊഡക്ഷൻ. പക്ഷേ നമ്മൾ മറ്റുള്ള വണ്ടികൾ ഇപ്പം ടൈഗോൺ ആയിക്കോട്ടെ, കുഷാക്ക് ആയിക്കോട്ടെ, ആസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഹൈറൈഡർ ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ എലിവേറ്റ് ആയിക്കോട്ടെ, ഈ വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കൈൻഡ് ഓഫ് കുഴപ്പമില്ല, അതിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്ഷനാണ് ഈ വണ്ടിക്ക് ടാറ്റ ഉദ്ദേശിക്കുന്നത് എന്നും പറയാം. പക്ഷെ എന്നാൽ പോലും എനിക്കെന്തോ ഇവർ നിശ്ചയിച്ചിരിക്കുന്ന ഈ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അത്യാവശ്യം കുറവായിട്ടാണ് തോന്നിയത്. കാരണം ഈ വണ്ടി ഇറക്കുന്ന സമയത്ത് എന്തായാലും ഇതിനും കൂടുതൽ ഡിമാൻഡ് ഈ വണ്ടിക്ക് വരും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അവർ പതുക്കെ മിക്കവാറും പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും. അല്ലാണ്ട് അറ്റ്ലീസ്റ്റ് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ പവർഡ് മോഡൽസിന് ഈ 3,000 വണ്ടികളൊന്നും ഒരു മാസം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആൾക്കാരിൽ നിന്ന് വരുന്ന ഒരു ഡിമാൻഡ് മീറ്റപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതും ടാറ്റയുടെ ഒരു വണ്ടി ആയിട്ട് കൂടി. പിന്നെ ഒരു വ്യത്യാസം പറയാൻ പറ്റുന്നത് ഈ വണ്ടി ഒരു കൂപ്പേ ലൈക്ക് ഡിസൈൻ ഫോർമാറ്റിലാണ് വരുന്നത് എന്നുള്ളതാണ്. അത് ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മളിപ്പം മറ്റുള്ള ക്രെറ്റ, സെൽട്ടോസ് അങ്ങനെ ഏത് വണ്ടി എടുത്താൽ പോലും ഈ വണ്ടികളൊക്കെ തന്നെ നമുക്കൊരു നോർമൽ കൺവെൻഷണൽ SUV ടൈപ്പ് ഡിസൈനിലാണ് വരുന്നത്. ഈ വണ്ടി പക്ഷേ നെക്സോണിൻ്റെ സെയിം എക്സോൺ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആണ്. ആൻഡ് അതിൻ്റെ തന്നെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു കൂപ്പേ ലൈക്ക് ഡിസൈൻ, എന്ന് വെച്ചാൽ നോർമൽ SUVയുടെ ലുക്ക് കൊടുക്കാതെ കുറച്ചുകൂടെ സ്ലോപ്പിംഗ് റൂഫ് ലൈനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേണിലാണ് ഈ വണ്ടി അവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇത്രയും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ അവരങ്ങോട്ട് നിർത്തിയത്. ഒരുപാട് വിറ്റ് പോകില്ല എന്ന് വിചാരിച്ച് കാണുമായിരിക്കും. ഇങ്ങനെ ഒരു ഡിസൈൻ ഫോർമാറ്റ് വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിലിരിക്കുന്ന ആൾക്കാരുടെ ഹെഡ് റൂം ഇത്തിരി കോംപ്രമൈസ്ഡ് ആയിട്ട് തോന്നും. പിന്നെ ബൂട്ട് സ്പേസ് ആണെങ്കിൽ പോലും മറ്റുള്ള വണ്ടികൾ കിട്ടുന്ന അത്രയും നമുക്ക് ലാവിഷായിട്ട് കിട്ടണമെന്നില്ല. എന്ന് വെച്ചാൽ മറ്റുള്ള ഇപ്പോൾ SUVകൾ നമുക്ക് പാർസൽ ട്രേ മാറ്റി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഈ വണ്ടിയിൽ പക്ഷേ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. കാരണം റൂഫ് ലൈൻ സ്ലോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ അത് ആ പാർസൽ ട്രേയുടെ മുകളിൽ വെച്ച് അങ്ങോട്ട് തീർന്നു പോകും. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ബൂട്ടായിട്ട് വെക്കാനോ ഉള്ളതൊന്നും ഉണ്ടാവില്ല.
ടാറ്റയുടെ നെക്സോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം പ്രൊഡക്ഷൻ പ്ലാനിൽ തന്നെയായിരിക്കും ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ നടക്കാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഈ വണ്ടി ടെക്നിക്കലി നമ്മുടെ നെക്സോണുമായിട്ട് വളരെ സിമിലർ ആയിരിക്കും. അതായത് ഇപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിലും നെക്സോണിൽ വരുന്ന 1.5 ഡീസൽ ഇതിൻ്റെ അകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി സെയിം ആണ് എന്ന്. പിന്നെ വേറെ എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് ടാറ്റ 2023 ഓട്ടോ എക്സ്പോയിൽ പുതിയൊരു 1.2 ലിറ്റർ ടെർബോ ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിൻ ഷോക്കേസ് ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് നെക്സോണിലൊക്കെ കിട്ടുന്നത് ഒരു 1.2 മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷനുള്ള ഒരു പഴയ ടെക്നോളജി ഉപയോഗിക്കുന്ന എഞ്ചിനാണ്. അത് ഇതിൻ്റെ അകത്ത് വരും എന്ന് ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും പുതിയ 1.2 TGDI വരാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ടാറ്റ അന്ന് ഓട്ടോ എക്സ്പോയിൽ പറഞ്ഞത് കെർവിലായിരിക്കും ഈ എഞ്ചിൻ ആദ്യമായിട്ട് ഡെബ്യൂ ചെയ്യുന്നത് എന്നാണ്. അതായത് റിയൽ ലൈഫ് വണ്ടികളിൽ. അല്ലാണ്ട് ആ എഞ്ചിൻ അന്ന് ഡെബ്യൂ ചെയ്തതാണ്, എഞ്ചിൻ മാത്രമായിട്ട്. പക്ഷേ വണ്ടികളിലൊന്നും അവരൊന്നും കൊടുത്തിട്ടില്ലായിരുന്നത്. ഈ എഞ്ചിൻ വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് 125 bhp 225 Nm ടോർക്കായിരിക്കും വരുന്നത്. ആൻഡ് ഇത് മറ്റുള്ള എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ടാറ്റയുടെ 1.2 MPFIയിൽ 120 bhp അതുപോലെ 170 Nm ടോർക്കിനടുത്താണ് വരുന്നത്. എന്തായാലും ആ എഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ എഞ്ചിൻ കുറച്ചുകൂടെ എന്തൂസിയാസ്റ്റിക് ആയിരിക്കും. കാരണം ഇത് TGDI ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഈ നെക്സോണിൻ്റെയൊക്കെ പെട്രോൾ എഞ്ചിൻ ടർബോ പെട്രോൾ നമുക്കിപ്പോൾ കുറച്ച് ലതാർജിക്കായിട്ട് തോന്നുന്നത് അതിൻ്റെ ടെക്നോളജി MPFI ആയതുകൊണ്ടാണ്. ബാക്കി കോമ്പറ്റീഷനിൽ വരുന്ന എല്ലാ ടർബോ പെട്രോൾസും TGDI ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം വെന്യൂലും സോണറ്റിൽ വരുന്ന 1 ലിറ്റർ TGDI ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ XUV 300 പുതിയതായിട്ട് കിട്ടുന്ന 1.2 TGDI ആണ് അതിന് ടർബോ സ്പോർട്ടിലൊക്കെ ഉള്ളത്. അങ്ങനെ മിക്ക വണ്ടികളിലും ഇപ്പോൾ TGDI തന്നെയാണ് വരുന്നത്. എന്തായാലും ഈ വണ്ടിയിലും ആ ഒരു സെയിം ടെക്നോളജിയുള്ള എഞ്ചിൻ വരുമ്പോഴേക്കും എഗെയിൻ നമുക്ക് പവറിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് വരില്ലായിരിക്കാം. അതുമാത്രമല്ല ഈ കർവിൽ കുറച്ച് കാലത്തിന് ശേഷം CNGയുടെ ഓപ്ഷൻ ടാറ്റ കൊടുക്കും എന്നും പറയുന്നുണ്ട്. അതൊക്കെ എന്തായാലും നെക്സോൺ CNG ഒക്കെ വന്നതിന് ശേഷം ഉണ്ടാവുള്ളൂ. കാരണം ടർബോ പെട്രോൾ അവർക്ക് CNG കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ NA പെട്രോൾ CNG കൊടുക്കേണ്ട അവസ്ഥയ്ക്കാവും. NA പെട്രോൾ 1.2 NA പെട്രോൾ അവർ ഇത്രയും വലിയ വണ്ടിയിൽ CNG കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ തന്നെ എഞ്ചിൻ വെച്ച് വണ്ടി വലിക്കാൻ പോകുന്നില്ല. CNG കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും വലിക്കില്ല. എനിവേ ഇലക്ട്രിക്കിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് നമുക്ക് സ്പെസിഫിക്കേഷനൊന്നും ഇതുവരെ റിവീലായി കിട്ടിയിട്ടില്ല. ഇലക്ട്രിക്കിന് ഏത് ബാറ്ററി ആയിരിക്കും ഉപയോഗിക്കുന്നതെന്നൊന്നും. പക്ഷേ മിക്കവാറും 40 to 50 kWh അടുത്ത സൈസുള്ള ഒരു ബാറ്ററി പാക്ക് ആയിരിക്കും ഉപയോഗിക്കാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഏകദേശം 400 to 500 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് വരെ ഈ വണ്ടിക്ക് ക്ലെയിംഡ് റേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ 300-350 കിലോമീറ്റേഴ്സിന് അടുത്ത് റിയൽ ലൈഫ് റേഞ്ചും കിട്ടുമായിരിക്കും. ഈ വണ്ടി ഓൾ വീൽ ഡ്രൈവ് കൺഫിഗറേഷനിൽ വരും എന്നും പറയുന്നുണ്ട്. അത് ഉറപ്പിച്ചിട്ടില്ല. പക്ഷേ ഡ്യുവൽ മോട്ടോർ കൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വണ്ടിയുടെ പവർ എന്തായാലും നന്നായിട്ട് കൂടും. മാത്രമല്ല ഓൾ വീൽ ഡ്രൈവ് കേപ്പബിലിറ്റീസും ഒരു പരിധി വരെ വണ്ടിക്ക് കിട്ടും. പിന്നെ ഇലക്ട്രിക് വണ്ടികളൊക്കെ ഓൾ വീൽ ഡ്രൈവ് ആവുക എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഒരു റേഞ്ചിൽ വരുന്ന വണ്ടികൾ അങ്ങനെ ഭയങ്കര കേപ്പബിലിറ്റി ഒന്നും ഓഫർ ചെയ്യണം എന്നില്ല. ഓൾ വീൽ ഡ്രൈവിൽ വരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് കിട്ടും. അതുപോലെ അത്യാവശ്യം നല്ല റോഡ് ഗ്രിപ്പും കിട്ടും. അതുമാത്രം നിങ്ങൾ കൂട്ടിയാൽ മതി. അല്ലാണ്ട് ഓഫ് റോഡ് പോകാൻ പറ്റും എന്ന് വിചാരിക്കരുത്. നോർമൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടികളെക്കാൾ നന്നായിട്ട് പോയെങ്കിൽ പോലും അതിനൊരു പരിധിയുണ്ട്. അല്ലാണ്ട് ഹാർഡ് കോർ വണ്ടികൾ പോകുന്ന പോലെ ഈ വണ്ടി പോകില്ല. ഏതായാലും ഗൈസ്, ഇതാണ് നമുക്ക് ടാറ്റ കർവ് കോൺസെപ്റ്റിനെ പറ്റി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്. ഇനി എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.